മർക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായം, മാർക്ക് 16 വേഴ്സസ് 19, 20. ഓക്കെ, മർക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായം 19, 20 വാക്യങ്ങൾ. മാർക്കിൻ്റെ സുവിശേഷം എന്ത് ചെയ്യുന്ന അങ്ങനെയാണ്. So then, after the Lord had spoken unto them, he was received up into heaven and sat on the right hand of God. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു. ഓക്കെ, കർത്താവ് റിസറക്റ്റ് ചെയ്തു. കർത്താവ് ശിഷ്യന്മാരോടുള്ള 40 ദിവസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു. ഓക്കെ, സോ ദാറ്റ് ഇസ് വേർ ഹീ ഈസ് സീറ്റഡ് റൈറ്റ് നൗ. എന്നിട്ട് അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. ഓക്കെ, അവർ പുറപ്പെട്ട് അപ്പോസ്തലന്മാർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. ഈ പ്രസംഗം എന്ന് പറയുന്നത് അഗെയിൻ പ്രീച്ച്ഡ് എന്നുള്ള വാക്കാണ്. പ്രീച്ച്ഡ്, അത് ഗ്രീക്കിൽ കെറൂസോ എന്നുള്ളൊരു വാക്കാണ്. അതായത് ഒരു രാജാവ് ഒരു മെസ്സേജ് കൊടുക്കുന്നു, ആ മെസ്സഞ്ചർ, ആ ദൂതൻ എന്ന് പറയുന്നത് ആ മെസ്സേജ് മാത്രമാണ് പറയേണ്ടത്. അതിൻ്റെ കൂടെ ആഡ് ചെയ്യോ എഡിറ്റ് ചെയ്യോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. സ്വന്തമായിട്ട് കയ്യിൽ നിന്നിട്ട് പറയുകയല്ല. രാജാവ് പറഞ്ഞൊരു കാര്യം, രാജവിളംബരം എന്നൊക്കെ പറയുന്ന പോലെ അത് മാത്രം പറയുക. അതിൻ്റെ കൂടെ ആഡ് ചെയ്യോ എഡിറ്റ് ചെയ്യോ കുറയ്ക്കുകയോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുക ഒന്നുമല്ല. അവർ പ്രസംഗിച്ചു എന്ന് പറയുമ്പോൾ ദേ പ്രീച്ച്ഡ് എവ്രിവെയർ. അവർ പ്രസംഗിച്ചു. എന്തുവാണ് പ്രസംഗിച്ചത്? വചനം പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു. എഗെയിൻ കർത്താവ് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. പക്ഷെ ഇവർ സംസാരിക്കുന്ന, ഇവർ പ്രസംഗിക്കുന്നു, ഇവരോടുകൂടെ പ്രവർത്തിച്ചു. കർത്താവിൻ്റെ ആത്മാവ് അവരിലൂടെ പ്രവർത്തിക്കുന്നു. അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. അപ്പം അവർ വചനം പ്രസംഗിക്കുമ്പോഴത്തേക്ക്, അഗെയിൻ ആ പ്രസംഗിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് രാജാവിൻ്റെ ഒരു മെസ്സേജാണ്. അത് കേൾക്കുന്നവർ ഉടനെ തന്നെ അതനുസരിക്കുക എന്നുള്ളൊരു അർത്ഥം കൂടെ അതിനുണ്ട്. കെറൂസ് എന്നുള്ള വാക്കിന് ഒരു മിലിറ്ററി രീതിയിൽ ഒരു കമാൻഡ് പറയുന്ന പോലെ അത് ഉടനെ തന്നെ അനുസരിക്കാനുള്ള മനസ്സ് ആ വിശ്വാസികൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവരതനുസരിക്കുകയും കൂടെ ചെയ്യണം. അത് ഒബേ ചെയ്യുക എന്നുള്ള ഒരർത്ഥം കൂടെ ഉണ്ട്. അപ്പം അവർ പ്രസംഗിക്കുന്നു, അപ്പോസ്തലന്മാർ പ്രസംഗിക്കുന്നു, വചനം പ്രസംഗിക്കുന്നു. അവരുടെ സ്വന്തം കാര്യങ്ങളല്ല, ദൈവം അവർക്ക് കൊടുത്തേക്കുന്ന ആ മെസ്സേജ് പറയുന്നു. അപ്പോൾ അത് പറയുമ്പോഴത്തേക്ക് അവർ വിശ്വസിക്കുമ്പോഴത്തേക്ക്, ആൾക്കാർ വിശ്വസിക്കുമ്പോഴത്തേക്ക് അവിടെ അടയാളങ്ങൾ നടക്കുന്നുണ്ട്. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുമ്പോഴത്തേക്ക് അവിടെ സൈൻസ് ആൻഡ് വണ്ടേഴ്സ് അവിടെ നടക്കുന്നുണ്ട്. ഹി കൺഫേംസ് ദ വേർഡ് വിത്ത് സൈൻസ് ഫോളോയിങ്. കർത്താവ് അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോകുന്നു. ഈ അടയാളങ്ങളിൽ ഒരെണ്ണമാണ് രോഗസൗഖ്യം എന്ന് പറയുന്നത്. പലപ്പോഴും ആൾക്കാർക്ക് രോഗസൗഖ്യം കിട്ടാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അവർ ഈ ഒരു പ്രിൻസിപ്പിൾ അവർ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. അവർ കിടക്കമേലിൽ നിന്നാണെങ്കിലും ദൈവത്തോട് അപേക്ഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അവരൊരിക്കലും ദൈവം അയച്ച ഒരാളെ അവർ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ ആ ആൾ വചനമാണോ പ്രസംഗിക്കുന്നത്. പലപ്പോഴും ഭക്തിയുടെ വേഷം ഇട്ടിട്ട് വചനമല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അവിടെ അടയാളങ്ങൾ സംഭവിക്കത്തില്ല. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ നമുക്ക് വളരെ താല്പര്യമായിരിക്കും. അവർ കേൾക്കാൻ വളരെ താല്പര്യമായിരിക്കും. അവർ വളരെ ആകർഷകമായിട്ടായിരിക്കും, ഭയങ്കര അട്രാക്റ്റീവായിട്ടായിരിക്കും. അവരുടെ വേഷങ്ങളും അവരുടെ പ്രസൻറ്റേഷനും എല്ലാം വളരെ അട്രാക്റ്റീവായിരിക്കും. പക്ഷെ അവിടെ വചനം എന്നുള്ള 0 ആയിരിക്കും. അത് ഇനിയും നമ്മുടെ പലപ്പോഴും രോഗികളായിട്ടിരിക്കുന്ന അവസ്ഥയിൽ ആൾക്കാരെ വിളിക്കുകയും വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോഴെല്ലാം തന്നെ ഒരു ഭക്തിയുടെ വേഷം അവർക്കുണ്ട്. അവരവിടെ നിന്ന് വചനം വരെ മിസ്കോട്ട് ചെയ്ത്, വചനം തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയും തെറ്റായിട്ട് പറയുകയൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവർ പോലും അറിയുന്നില്ല പലപ്പോഴും അവർ സാത്താനാണ് ഉപയോഗിക്കുന്നത്. ഒരു വചനം കലർപ്പില്ലാതെ പറയുകയും, പിന്നെ അത് മാത്രമല്ല ഇത് അപ്പോസ്തലന്മാരിലൂടെ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ അഭിഷേകമുള്ള അപ്പോസ്തലൻ, കർത്താവ് 3.5 വർഷം അവരെ ട്രെയിൻ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് അധികാരവും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത്. ആ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആ കർത്താവിൻ്റെ നാമം ഉപയോഗിക്കാനൊക്കെയും തന്നെ അവർക്ക് അധികാരമുണ്ട്.
ഒരു പവർ ഓഫ് അറ്റോർണി പോലെ അവർക്ക് കൊടുക്കുന്ന ഒരു കാര്യം. അവരിലൂടെയാണ് അടയാളങ്ങൾ സംഭവിക്കുന്നത്. ഇത് പലപ്പോഴും ആൾക്കാർ അത് മിസ് ചെയ്യുന്നു. അവർ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഇനി അഥവാ ദൈവം ആരെങ്കിലും അയച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും തന്നെ ഫ്രോഡാന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് പലർക്കും ഉണ്ട്. ഇവിടെ എല്ലാം സംഭവിക്കുന്നു പറഞ്ഞാൽ ദൈവം അവരെ അയച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടേണ്ട സൗഖ്യം അവർ തടസ്സപ്പെടുത്തി കളയും. ഇത് കർത്താവിൻ്റെ കാര്യത്തിൽ പോലും നടന്നിട്ടുണ്ട്. കർത്താവ് യെരുശലേമിലാണെങ്കിലും നാസറത്തിലാണെങ്കിലും അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന യഹൂദർ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലുള്ളൊരു ആളല്ല കർത്താവ്. ഇനി കർത്താവ് അയക്കുന്ന ശിഷ്യന്മാരാണെന്ന് പറഞ്ഞാലും അവർ പുരോഹിതരുടെ വേഷമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇട്ടിട്ടല്ല അവർ വരുന്നത്. അതിൽ ഭൂരിഭാഗം ആൾക്കാരും മീൻകാരും ചുങ്കക്കാരും ഇങ്ങനെയുള്ള ആൾക്കാർ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ പൊതുസമൂഹത്തിന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പാടാണ്. പ്രത്യേകിച്ച് യെരുശലേമിലുള്ള പരീശന്മാരും സദൂക്യരും ഇങ്ങനെയുള്ള ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ ഇവരെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഗലീലയിൽ നിന്ന് ഒരു പ്രവാചകൻ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞാൽ അവരെ എല്ലാവരെയും അവർ തള്ളിക്കളയും. പക്ഷേ പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോഴത്തേക്ക് 120 പേരുടെ മേളിൽ പരിശുദ്ധാത്മാവ് വരുമ്പോഴത്തേക്ക് അവരെല്ലാവരും തന്നെ ഗലീലക്കാരാണ്. എന്നാൽ പരീശന്മാരോ അല്ലെങ്കിൽ മഹാപുരോഹിതരോ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം തന്നെ വിശ്വസിച്ചെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു പ്രവാചകൻ ഉണ്ടാകത്തില്ല, അവിടുന്ന് ദൈവം ഉപയോഗിക്കുന്ന ഒരാൾ ഉണ്ടാകത്തില്ല. പക്ഷെ ദൈവം അങ്ങനെയുള്ളവരെ തന്നെയാണ് തിരഞ്ഞെടുത്ത്. എഗെയിൻ അവർ തിരഞ്ഞെടുത്തത് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത കൊണ്ടല്ല, ദൈവത്തെ അതുപോലെ അനുസരിക്കുകയും വിശ്വസിക്കുകയും യോഹന്നാൻ്റെ സ്നാനം മുതൽ അവർ അത് മാനസാന്തരപ്പെടുകയും അതിനനുസരിച്ചുള്ള അവരുടെ ശീലങ്ങളിലും അവരുടെ ജീവിത രീതികളിലെല്ലാം മാറ്റം കൊണ്ടുവരികയും ഒക്കെ കമ്മിറ്റഡായിട്ട് ചെയ്ത ആൾക്കാരെയാണ് കർത്താവ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അപ്പം അഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കർത്താവ് ഡയറക്റ്റ്ലി അല്ല ഹീൽ ചെയ്യുന്ന. കർത്താവ് അപ്പോസ്തലന്മാരിലൂടെ അവർ പറയുന്ന വചനം പ്രസംഗിക്കുമ്പോൾ, അഗൈൻ പഠിപ്പിക്കുമ്പോഴല്ല പ്രസംഗിക്കുമ്പോഴത്തേക്ക് അതുപോലെ അനുസരിക്കേണ്ട കാര്യങ്ങളാണ്. വചനം പ്രസംഗിക്കുമ്പോഴത്തേക്ക് അത് പ്യുവറായിട്ടുള്ള വേർഡ് പറയുന്നു, അത് ആൾക്കാർ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പം അവിടെ അടയാളങ്ങൾ നടന്നിരിക്കും. ഓക്കെ, അത് കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. ഹീ ആക്ച്വലി വർക്ക്സ് വിത്ത് ദം ആൻഡ് ഹീ കൺഫേംസ് ദ വേർഡ് വിത്ത് സൈൻസ് ഫോളോയിങ്. ഓക്കെ, കർത്താവിൻ്റെ ആ വർക്ക് എന്നുള്ള ആ സൈൻസ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അവിടെ പ്യുവറായിട്ടുള്ള വേർഡ് പ്രസംഗിക്കുകയും അത് കേൾക്കുന്നവരനുസരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ അത്ഭുതങ്ങൾ നടന്നിരിക്കും. ഇനി ഇതിൻ്റെ വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം. ഞാൻ ഈയിടെ പ്രയർ ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുള്ളൊരു കാര്യം, അവരെല്ലാം പ്രാർത്ഥിച്ചു കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചോദിക്കുന്നൊരു കാര്യം, അപ്പോസ്തല പ്രവൃത്തികളിലെ ആദ്യത്തെ ഹീലിംഗ് എങ്ങനെയാണ് നടന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പലരും അതിനവർക്കൊരു ആൻസർ ഇല്ല. അവർ പലരും അത് അപ്പോസ്തല പ്രവൃത്തികളൊന്നും തന്നെ വായിച്ചിട്ടുണ്ടോയെന്ന് തന്നെ സംശയമാണ്. അപ്പം ആ ഹീലിംഗ് ആണെങ്കിലും നടക്കുന്നത് അപ്പോസ്തലന്മാരിലൂടെയാണ്. അത് കഴിഞ്ഞിട്ട് അപ്പോസ്തലന്മാരുടെ തന്നെ ശിഷ്യന്മാരുണ്ട്, അവരിലൂടെ നടക്കുന്നു. ഇപ്പം ഇതെല്ലാം തന്നെ പലപ്പോഴും ഇന്നത്തെ ആൾക്കാർ അത് മിസ് ചെയ്യുന്നുണ്ട്. അവർ രോഗസൗഖ്യം അവർക്ക് തടസ്സമാകുന്നു. അത് കൂടുതലുള്ള ബന്ധുക്കളാണെങ്കിലും കൊള്ളാം, പള്ളിക്കാരാണെങ്കിലും കൊള്ളാം. ഈവൻ അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം വായിക്കുമ്പോൾ മഹാപുരോഹിതരും സദൂക്യരും അപ്പോസ്തലന്മാരെ പിടിച്ച് പ്രിസണിലിട്ടു എന്നാണ് പറയുന്നത്. മഹാപുരോഹിതനാന്ന് ഓർക്കണം. അന്നത്തെ ബിഷപ്പെന്നോ അല്ലെങ്കിൽ ഏറ്റവും വലിയ മെട്രോപൊളിറ്റനോ അങ്ങനെ മാർപ്പാപ്പ ഇങ്ങനെയുള്ള ഒരു അത്രയും പവർഫുള്ളായിട്ടുള്ള ആ ടോപ്പ് പൊസിഷനിലിരിക്കുന്ന യെരുശലേമിൽ പഴയ നിയമപ്രകാരമുള്ള ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡിൽ ഹൈ പ്രീസ്റ്റായിട്ടുള്ള ഒരാൾ അപ്പോസ്തലന്മാർ ദൈവം ഉപയോഗിക്കുന്ന അപ്പോസ്തലന്മാരെ പിടിച്ച് ജയിലിലിടുവാണ്. ആ കൂട്ടത്തിൽ സദൂക്യരുമുണ്ട്. സദൂക്യരുടെ പ്രശ്നം തന്നെ അവർ അപ്പോസ്തലന്മാർ ഉയർത്തെഴുന്നേറ്റ് കർത്താവിനെ പറ്റി അവർ പ്രസംഗിക്കുമ്പോഴത്തേക്ക് അവർക്ക് പ്രയാസമായി. കാര്യം അവർ ഉയർത്തെഴുന്നേൽപ്പിലും വിശ്വസിക്കുന്നില്ല, അങ്ങനെ ഏഞ്ചൽസിലോ അങ്ങനെയുള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല. എന്നാൽ അവരാണ് സഭയിൽ അന്നത്തെ യെരുശലേമിൽ യഹൂദരുടെ ഇടയിൽ ഏറ്റവും ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ സദൂക്യർ. ഇന്നും ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ സംഭവിക്കുന്നത്. ദൈവം അയക്കുന്ന ആൾക്കാർ തിരിച്ചറിയാതെ പോകുന്നു. അതുകൊണ്ട് ദൈവം ഉപയോഗിക്കുന്ന ആൾക്കാരിലൂടെ അവർക്ക് കിട്ടേണ്ടുന്ന ആ പവറും കാര്യങ്ങളും അവർക്ക് കിട്ടാതെ പോവുക ചെയ്യുന്നു.
ഇനി ഞാൻ ആക്സ് അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം കുറച്ച് വാക്യങ്ങൾ വായിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 11-ാം വാക്യം. And great fear came upon all the church and upon as many as heard these things. സർവ്വസഭയ്ക്കും ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയം ഉണ്ടായി. ഇതിന് തൊട്ട് മുമ്പുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ അന്യാസും സഫീറയുടെയും മരണം സംഭവിക്കുന്ന അവർ തെറ്റായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഇമ്മീഡിയറ്റ്ലി അവർക്ക് ശിക്ഷാവിധി ഉണ്ടാകുകയും അവർ മരിക്കുകയും ചെയ്യുന്നുണ്ട്. 12-ാം വാക്യം. ആൻഡ് ബൈ ദ ഹാൻഡ്സ് ഓഫ് ദി അപ്പോസൽസ്, അഗെയിൻ ബൈ ദ ഹാൻഡ്സ് ഓഫ് ദ അപ്പോസൽസ് എന്ന്, അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിൻ്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. ഇനി ആലോചിച്ച് നോക്കി, എഗെയിൻ ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യരിലൂടെ. പലപ്പോഴും ആൾക്കാർ ഞങ്ങൾ കർത്താവിനോട് നേരിട്ട് അങ്ങ് പറഞ്ഞോളാം, നേരിട്ട് ഈ സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞാൽ കർത്താവ് ഉയർത്തെണ്ണീട്ട് ആ ഒരു സമയത്ത് യെരുശലേമിൽ നടക്കുന്ന കാര്യം, അതുപോലെ യഹൂദരുടെ ഇടയിൽ നടക്കുന്നൊരു കാര്യം. അത്രയേറെ ദൈവത്തിൻ്റെ ജനമെന്ന് പറയുന്ന ആൾക്കാരും ദൈവത്തെ അത്രയേറെ വിശ്വസിക്കുന്ന ആൾക്കാരും അവരുടെ ഇടയിൽ നടക്കുന്ന അത്ഭുതങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ഇന്നത്തെ ഒരു ക്രിസ്ത്യാനി ഒരു ലീഡറിനും ഇത്രയും അറിവോ ഇത്രയും എക്സ്പീരിയൻസോ അവരുടെ ആ ടൈമിലുള്ള എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഇന്നില്ല. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് കിട്ടിയതെന്ന് ആലോചിച്ച് നോക്കി. അവർക്കാണെങ്കിൽ പോലും അവർ ഈ അടയാളങ്ങൾ ലഭിക്കുന്നവരെന്ന് പറഞ്ഞാൽ അത് അപ്പോസ്തലന്മാരുടെ കൈകാലെ. അപ്പം അവരെയാണ് അവർ ജനം അന്വേഷിക്കുന്നത്. വിശ്വാസികൾ എന്ന് പറയുമ്പോൾ അവിടെ അന്വേഷിക്കുക. അവർ വിശ്വസിക്കുന്നു, അപ്പോസ്തലന്മാർ പറഞ്ഞ പ്രസംഗം അവർ കേൾക്കുന്നു, അതനുസരിക്കുന്നു, അവർ ശിഷ്യപ്പെടുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ആൻഡ് ബൈ ദ ഹാൻഡ്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് വെർ മെനി സൈൻസ് ആൻഡ് വണ്ടേഴ്സ് റോട്ട് അമംഗ് ദ പീപ്പിൾ and they were all with one accord in Solomon's porch. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിൻ്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവർ എല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്ന് വന്നു. എഗെയിൻ അവിടെ പുരുഷന്മാരും സ്ത്രീകളും ഒത്തിരി പേർ മേൽക്കുമേൽ അനവധി, മെനി ഫോളോവേഴ്സ്, മൾട്ടിറ്റ്യൂഡ്സ്. അവർ ദേ വർ ആഡഡ് ടു ദ ലോർഡ്. അവർ വിശ്വാസത്തിലേക്ക് വന്നു. ഈ വിശ്വാസികൾ എന്തോ ചെയ്തെന്ന് നോക്കിക്കേ. ഇൻ സോ മച്ച് ദാറ്റ് ദേ ബ്രോട്ട് ഫോർ ദ സിക്ക് അൺ ടു ദ സ്ട്രീറ്റ്സ്. ഒരു വിശ്വാസത്തിൻ്റെ അവർ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വിശ്വാസികളാൽ എന്തൊക്കെയാണ് നടന്നെന്ന് നോക്കി. അവർ രോഗികളെ അപ്പോസ്തലന്മാരുടെ അടുത്ത് കൊണ്ടുവരിക. ദേ ബ്രോട്ട് ഫോർത്ത് ദ സിക്ക് അൺ ടു ദ സ്ട്രീറ്റ്സ് and laid them on beds and couches, that at least the shadow of Peter passing by might overshadow some of them. രോഗികളെ പുറത്തു കൊണ്ടുവന്ന് ഒരു സ്ട്രീറ്റിൽ കൊണ്ട് കിടത്തുവാൻ. പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും, ഇങ്ങനെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. വിശ്വാസികളെല്ലാവരും കൂടെ അവരുടെ നിഴലും അവരുടെ പ്രാർത്ഥനയല്ല. അവർ രോഗികളെ, പത്രോസ് എവിടെയാണെന്ന് വെച്ചാൽ പത്രോസ് നടന്നു പോകുമ്പോഴത്തേക്ക് തെരുവുകളിൽ കൂടെ നടക്കുവാണെങ്കിൽ അവിടെ കൊണ്ടുപോയി രോഗികളെ കിടത്തുക. അല്ല പത്രോസ് ഓടി നടന്ന് ആൾക്കാരെ ഹീൽ ചെയ്യുവല്ല. അവർ വിശ്വസിക്കുമ്പോഴത്തേക്ക് അവർ രോഗികളെ പത്രോസ് ഉള്ളിടത്തോട്ട് കൊണ്ടുവരിക. പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും, അവരുടെ വിശ്വാസം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എഗെയിൻ ഞാൻ പറയാം, അന്ന് യെരുശലേമിൽ ഉള്ള യഹൂദരുടെ കാര്യമാണ് പറയുന്നത്. അത്രയേറെ വചനം അറിയാവുന്നവരും ന്യായപ്രമാണം അറിയാവുന്നവരും അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ആലോചിച്ച് നോക്കി. അവിടെ മഹാപുരോഹിതരും ആൾക്കാരൊക്കെ ഇവരെ എതിർത്ത് നിൽക്കുമ്പോൾ പോലും പത്രോസ് പറയുന്നത് അവർ വിശ്വസിക്കുകയും ആ അടയാളങ്ങളെല്ലാം അവർ വിശ്വസിക്കുക, വചനം വിശ്വസിക്കുന്നു, കർത്താവിനെ സ്വീകരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും, ഒരു ഷാഡോ വീഴുമ്പോഴാണ് പോലും അവിടെ ഹീലിംഗ് നടക്കുമെന്നുള്ള അവർ വിശ്വസിക്കുക. അത്രയേറെ ദൈവത്തിൻ്റെ അഭിഷേകം അനോയിൻറ്റിങ് പത്രോസിനുണ്ടെന്നുള്ള അവർ വിശ്വസിക്കുകയും അപ്പോൾ ആ വിശ്വാസത്തിൽ നിന്ന് അവരുടെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക. അവർ രോഗികളെ അവിടെ കൊണ്ടുവരിക. സ്ട്രീറ്റിലാണെങ്കിൽ പോലും, ബെഡിലാണേലും കൗച്ചസിലാണേലും കിടത്തിയിട്ട് ആ നിഴലെങ്കിലും അവരുടെ മേൽ വീഴാൻ വേണ്ടിയിട്ട് വീഥികളിലും വിരിപ്പിന്മേലും കിടക്കുമേലും കിടത്തുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് കൂടാതെ യെരുശലേമിൻ്റെ ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും, ഓർക്കണം അന്ന് കാറും ഫ്ലൈറ്റും കാര്യങ്ങളും ഒന്നുമില്ല, അതുകൂടാതെ യെരുശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം, മൾട്ടിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് ഒത്തിരി പേര് വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവർ എല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും.
They were healed everyone എന്നാ. They were healed everyone. ഓക്കെ, ഹീലിംഗ് എവ്രി വൺ. അത് ദുരാത്മാക്കൾ കാരണമാണെങ്കിൽ കൊള്ളാം, അല്ലാതാണെങ്കിൽ കൊള്ളാം, ഏത് കാരണം കൊണ്ട് ഡിസീസ് ഉണ്ടായെന്ന് പറഞ്ഞാലും, ഏത് സിക്നസ്സാണെന്ന് പറഞ്ഞാൽ പോലും അവരെ എല്ലാവരെയും യെരുശലേമിൽ കൊണ്ടുവരുന്നു, പത്രോസിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരുന്നു. അവരെല്ലാവരും സുഖപ്പെട്ടു വന്നു. എഗെയിൻ ഇവരാരും തന്നെ വീട്ടിൽ ഇരുന്ന് ചാരകസൈലിരുന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുകയും കർത്താവിനോട് കമാൻഡ് ചെയ്യും, ഇതൊന്നുമല്ല. അവർ എവിടെയാണോ ദൈവം ഒരാളെ ഉപയോഗിക്കുന്നുണ്ടോ അവരറിയുമ്പോഴത്തേക്ക് അവർ ആ പ്രസംഗം കേൾക്കുന്നു, അനുസരിക്കുന്നു, വചനമാണോ അനുസരിക്കുന്നു, അതവരുടെ മാനസാന്തരം കൊണ്ടുവരുന്നു, അവർ ശീലങ്ങളിൽ മാറ്റം കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ വിശ്വാസം അധികമായിട്ട് അവർ മറ്റുള്ളവരെയും കൊണ്ട്, രോഗികളുണ്ടെങ്കിൽ അവരെയും കൂടെ പത്രോസ് എവിടെയാണോ അവിടെ കൊണ്ടുപോകാം. അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. ഓക്കെ, അല്ലാതെ പത്രോസിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ പത്രോസ് ഡോക്ടറിൻ്റെ അടുത്തോട്ട് വിടുകയല്ല, പത്രോസ് അപ്പുറത്തൊരു മെഡിക്കൽ കോളേജ് തുടങ്ങുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. കർത്താവ് പത്രോസ് പറഞ്ഞ വചനം അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ പറഞ്ഞ വചനം അത് അടയാളങ്ങളാൽ ഉറപ്പിക്കുക ചെയ്യുന്നത്. അതിലൊരടയാളം എന്ന് പറയുന്നത് രോഗസൗഖ്യം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഉടനെ ഉള്ള വേഴ്സ് നോക്കി അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തപ്പോഴത്തേക്ക് ഇതിന് എതിരായിട്ട് ആരാ നിൽക്കുന്ന? ഉടനെ പിന്നെ മഹാപുരോഹിതനും സദൂക്യരുടെ മതക്കാരായ അവൻ്റെ പക്ഷക്കാരൊക്കെയും, മഹാപുരോഹിതനും സദൂക്യരും എല്ലാവരും തന്നെ അസൂയ നിറഞ്ഞിട്ട് ഇവരെ കൊണ്ട് ഒരു പ്രയോജനമില്ല, ഉപദ്രവമല്ലാതെ ഒരു ഉപകാരവും. എന്നാലോ ഭക്തിയുടെ വേഷമുള്ള ആൾക്കാർ, വലിയ പ്രാർത്ഥനക്കാരെ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങാത്ത പാർട്ടികളാണ്. അവരസൂയ നിറഞ്ഞിട്ട് ഈ നന്മ ചെയ്യുന്ന ആൾക്കാർ, ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ആൾക്കാർ അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. ദൈവത്തിൻ്റെ വേലയെ അവർ തടസ്സപ്പെടുത്തുക ചെയ്യുന്നു. ദൈവത്തിൻ്റെ വേല ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവർ, ദൈവം തന്നെ വചനം കൺഫേം ചെയ്യുമ്പോഴത്തേക്ക്, രോഗികളെ സൗഖ്യമാക്കുമ്പോഴത്തേക്ക് അതിൽ അസൂയപ്പെടുക. രോഗികളായിട്ടിരിക്കുമ്പോഴത്തേക്ക് അവർക്ക് പ്രശ്നമില്ല. ആ രോഗം മാറുമ്പോഴത്തേക്ക്, അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ നടക്കുമ്പോഴത്തേക്ക് ഇവരെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എന്നിട്ട് പോലും അത് ഇവരുടെ ഇൻഫ്ലുവൻസും ആ പവറും എല്ലാം ഉപയോഗിച്ചിട്ട് അപ്പോസ്തലന്മാരെ പിടിച്ചവർ തടവിലാക്കുക. കുറച്ച് ഏറെ കാര്യങ്ങൾ പറഞ്ഞു. ഇത് ചിന്തിക്കുക, ഇത് മറ്റുള്ളവരുമായിട്ട് ദയവ് ചെയ്ത് ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് മാറ്റങ്ങൾ കൊണ്ടുവരണം. ദൈവം തന്ന ഒന്നും തന്നെ തടസ്സപ്പെടുത്തി കളയരുത്. ഇത് കർത്താവ് വലിയ വില കൊടുത്ത്, കർത്താവിൻ്റെ ജീവൻ കൊടുത്ത്, കർത്താവിൻ്റെ ജീവൻ കൊടുത്ത് നമുക്ക് പാപമോചനവും കർത്താവിൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നതും ഇത് വെറുതെ ആക്കി കളയരുത്. ഇത് മറ്റുള്ളവരങ്ങനെ സഫർ ചെയ്യേണ്ടതല്ല. അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കേണ്ടതാണ്. ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടാകട്ടെ. താങ്ക് യു.